ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാവുക. എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന മണ്ടനാകരുത്. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങൾ കരയാൻ കാരണമായവരെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുക. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു. ജീവിതത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞു പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നതിലല്ല, നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായ ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരവുമായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമല്ല. ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത്. കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമൃദ്ധമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതിനെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കുന്നതും നല്ലതിന്. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. ശത്രുക്കളെ കീഴടക്കുന്നവനേക്കാൾ ധീരൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുന്നവനാണ്. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധികളെ കണ്ടെത്താനായേക്കുക ഒരു ക്ലാസ് റൂമിലെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്നാണ്. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിനു ശേഷമേ അത് ഉണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ. സ്നേഹിക്കുന്ന സ്ത്രീയോട് നിങ്ങളുടെ വരുമാനവും ഭാവി പദ്ധതികളും തുറന്നു പറയരുത്. മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.